നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്കുള്ള മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സിദ്ദിഖുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങൾ, ലൈംഗിക അതിക്രമ കേസിൽ ഒളിവിൽ പോയ നടൻ്റെ ജാമ്യാപേക്ഷ, ഇതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ വാർത്തയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലൈംഗിക അതിക്രമ കേസിൽ ഒളിവിൽ പോയ നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു നീക്കം അദ്ദേഹം നടത്തിയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 7 അഭിഭാഷക രഞ്ജിത്ത് റോത്തഗി മുഖേനയാണ് ഓൺലൈനിലൂടെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇത്തരത്തിലൊരു ഹർജി സിദ്ദിഖ് സമർപ്പിച്ചിരിക്കുന്നത്. കേസ് അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിദ്ദിഖിൻ്റെ അഭിഭാഷക സംഘം സുപ്രീം കോടതി രജിസ്ട്രിക്ക് ഇമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂചന. സംഭവം നടന്ന് 8 വർഷത്തിന് ശേഷമാണ് അതിജീവിത പരാതി നൽകുന്നത് എന്നാണ് സിദ്ദിഖ് ഹർജിയിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാദം. കൂടാതെ തനിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത സാഹചര്യത്തിൽ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്നുകൂടി സിദ്ദിഖ് ആ ഹർജിയിൽ പറയുന്നു. സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യ ഹർജിക്കെതിരെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു തടസ്സ ഹർജി സമർപ്പിച്ചിട്ടുമുണ്ട്. അതേസമയം തനിക്കെതിരെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ കേസിന് പിന്നിൽ അമ്മയും WCCയും തമ്മിലുള്ള പോരാണ് എന്നും ബലാത്സംഗ കേസിലെ പ്രതിയായിട്ടുള്ള നടൻ സിദ്ദിഖ് തുറന്നടിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് സിദ്ദിഖിൻ്റെ ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായിരിക്കുന്നത്. കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിനെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണം മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിദ്ദിഖ് ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിയായ രീതിയിൽ അന്വേഷണം നടത്താതെയാണ് ബലാത്സംഗ കേസിൽ തന്നെ പ്രതിയാക്കിയത് എന്നും പരാതി നൽകിയതും കേസെടുക്കുന്നതിനും 8 വർഷത്തെ കാലതാമസം ഉണ്ടായി എന്നും കഴിഞ്ഞ 5 വർഷത്തിനിടെ പരസ്പര വിരുദ്ധമായ ആരോപണങ്ങളാണ് തനിക്കെതിരെ ഉന്നയിക്കുന്നത് എന്നും ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുകയാണ്. സീനിയർ അഭിഭാഷകനായിട്ടുള്ള മുകുൾ റോത്തഗിയുടെ ജൂനിയറായിട്ടുള്ള രഞ്ജിത്ത് റോത്തഗിയാണ് സിദ്ദിഖിന് വേണ്ടി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തു പോകുന്നത്. ഈ ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടത് ഇന്നാണ് എന്ന് അവർ പറയുമ്പോഴും, അല്ലെങ്കിൽ നാളെയാണ് പരിഗണിക്കേണ്ടതെന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോഴും സുപ്രീം കോടതി കേൾക്കുന്നില്ല. തിങ്കളാഴ്ച മാത്രമായിരിക്കും ഈ ഹർജി പരിഗണിക്കുവാൻ സാധ്യത. എന്തായാലും ഈ സുപ്രീം കോടതി ഫയൽ ചെയ്ത ജാമ്യാപേക്ഷയിൽ ഒരു വിധി വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും സിദ്ദിഖും. പക്ഷേ അത്രയും നേരം സർക്കാരും നമ്മുടെ പോലീസ് സംവിധാനങ്ങളും അടങ്ങിയിരിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ അടങ്ങിയിരിക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയിലെ വിധി വന്നതിന് ശേഷം മാത്രം അറസ്റ്റിലേക്ക് ഒരു നീക്കം നടത്താം എന്നുള്ളതായിരിക്കും സർക്കാർ ചിന്തിക്കുന്നതും പോലീസും ആഭ്യന്തര വകുപ്പും ഇപ്പോൾ കരുതുന്നതും. പക്ഷെ അങ്ങനെ പോയാൽ മതിയോ? നിരന്തരമുണ്ടാകുന്ന ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ, പോലീസിനെതിരെ ഉണ്ടാകുന്ന വിമർശനങ്ങൾ, വേണമെങ്കിൽ കൊച്ചിയിൽ വെച്ച് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഹൈക്കോടതി വിധി വന്നതിൻ്റെ അന്നത്തെ ആ പശ്ചാത്തലത്തിൽ അന്ന് ഉച്ചയ്ക്ക് വേണമെങ്കിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? ഇതാണ് പോലീസിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ. ഈ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ സിദ്ദിഖിനെ ഏത് വിധേനയും അറസ്റ്റ് ചെയ്തേ കഴിയൂ എന്നുള്ള തരത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് പിടിമുറുക്കുകയാണെങ്കിൽ ഇന്നോ നാളെയോ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. പകരം തിങ്കളാഴ്ചയിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന വിധിയുടെ പശ്ചാത്തലത്തിൽ മാത്രമായിരിക്കും സിദ്ദിഖിൻ്റെ അറസ്റ്റ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിദ്ദിഖ് ജാമ്യ ഹർജിയുമായി ഇപ്പോൾ സുപ്രീം കോടതിയിലെത്തുമ്പോൾ തടസ്സ ഹർജിയുമായി സർക്കാരും സിദ്ദിഖിന് പിന്നിലുണ്ട് എന്ന് മറക്കരുത്.